പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്കും സ്വാഗതം. ഇന്ന് ഡിസംബർ 2 തിങ്കളാഴ്ച. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരാളുടെ ജന്മദിനമാണെന്ന്. സാധാരണ ഈ ദിവസം ഞാൻ വളരെ എക്സ്ട്രാ എഫേർട്ടൊക്കെ എടുത്ത് എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാറുള്ളതായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ആ ഒരു പേഴ്സണ് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ വിഷസ്. എവിടെയായാലും നന്നായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, അടിപൊളിയായിട്ട് ലൈഫ് മുന്നോട്ടുപോവുക. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല. അപ്പൊ സബ്ജക്റ്റ് മാറിപ്പോയി പ്രോഗ്രാമിലേക്ക് വരാൻ. എന്തായാലും ഓക്കെ, ഫസ്റ്റ് വാർത്ത എന്റെ കിളി പോയി. ഓക്കെ, എല്ലാ പത്രങ്ങളിലെ ആദ്യത്തെ വാർത്ത ഫെങ്കൽ ചുഴലിക്കാറ്റാണ്. ഞങ്ങൾ ദിവസം ഇതിനെ ഫെയിഞ്ചൽ എന്നൊക്കെ വിളിച്ചു. അത് ഈ മാധ്യമങ്ങൾ തന്നെ അടിച്ചേൽപ്പിച്ചതാണ്. എന്താണ് അത് പറഞ്ഞത്? അല്ല, പത്രങ്ങളിൽ പല നമ്മള് ഗൂഗിളിനകത്ത് നോക്കുമ്പോൾ വേറൊരു പത്രങ്ങളിൽ ഇങ്ങനെയാണ്. ഇപ്പൊ പല സൈഡിനകത്ത് പല ഇതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഫെയിഞ്ചൽ എന്നാണ് പത്രമാധ്യമങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. അതേ പത്രം ഫെങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ജനയുഗം ഇപ്പോഴും ഫെയിഞ്ചൽ തന്നെയാണ്. ജനയുഗം ഇപ്പോഴും ഫെയിഞ്ചൽ എന്ന് പറയുന്നത്. മംഗളം പറയുന്ന ഫെങ്കൽ. ഞങ്ങളുടെ ഒരു എംപ്ലോയി പറഞ്ഞായിരുന്നു ഫെങ്കലാണ് ഫെങ്കലാണ് ഫെങ്കലാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല. ജോസ്വിൻ പറഞ്ഞായിരുന്നു ഫെങ്കലാണ് ഫെയിഞ്ചൽ അല്ല എന്ന്. പക്ഷെ ജനയുഗം പോലുള്ള പത്രങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഫെയിഞ്ചൽ ഫെയിഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ മംഗളം കൊടുത്തിരിക്കുന്നു ഫെങ്കൽ എന്ന്. ഇതിൽ ഏത് വിശ്വസിക്കുന്ന അറിയില്ല. എന്തായാലും ഫെങ്കൽ ഒരു വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് കൂടുതൽ. നമ്മുടെ ഇവിടെ തന്നെ ഇത്രയും മഴ പെയ്യുവാണെങ്കിൽ തമിഴ്നാട്ടില് ഈ ഫെങ്കൽ ബാധിക്കുന്ന ഇടങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 9 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. 9 മരണം. എത്രയോ നാശനഷ്ടങ്ങൾ. കേരളത്തിൽ ഇന്നലെ തൊട്ട് ഭയങ്കര അങ്ങോളം ഇങ്ങോളം. എറണാകുളത്ത്, കോട്ടയത്ത്, തിരുവനന്തപുരം, എവിടെ ഇല്ലാത്തത്? കോട്ടയത്ത് യെല്ലോ അലർട്ട് പോലും നിർത്താതെ. യെല്ലോ അലർട്ട് അല്ല, അത് ഓറഞ്ച് അലർട്ട് ആയിരുന്നു വേണ്ടിയിരുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ട് കോട്ടയത്തെ ഒരുമാതിരി പറ്റിക്കുന്നതിനാണ് സംഭവിച്ചത്. കാരണം യെല്ലോ അലർട്ടിന് ഇത്രയും മഴയാണെങ്കിൽ ഓറഞ്ച് അലർട്ടിന് എന്തായിരിക്കും? അപ്പോ ഒരു മനുഷ്യനോട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്നലെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തെ പോലും പറ്റിച്ചുകൊണ്ടാണ് മഴ ആർത്തൊലിച്ച് പെയ്തത് പറയാം. രാവിലെ മുതൽ തുടങ്ങിയ മഴ വൈകുന്നേരം വരെ തീരില്ല. കോട്ടയത്ത് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ കോട്ടയത്തായതുകൊണ്ടാണ് നമുക്ക് ആ കോട്ടയത്ത് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. മറ്റു ജില്ലകളിലെ കാര്യം നിങ്ങൾ തന്നെ പറയണം. വയനാട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് അല്ലെ? അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ഇനി വരാൻ പോകുന്ന 2-3 ദിവസങ്ങളും വളരെ വളരെ നിർണായകമാണ്. അപ്പോ ഫെങ്കലിന് പിന്നാലെ പെരുമഴ. കേരളത്തിൽ 4 ജില്ലകളില് റെഡ് അലർട്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ദുരിതം. മരണം 9 കഴിഞ്ഞു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശം വിതച്ച് ഫെങ്കൽ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെങ്കൽ ചെന്നൈ നഗരത്തിലും പുതുച്ചേരിയിലും പ്രളയസമാന സാഹചര്യം സൃഷ്ടിച്ചു. 2 ഇടങ്ങളിലുമായി 9 പേർ മരിച്ചു. അയൽരാജ്യമായ ശ്രീലങ്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ 16 മരണസംഖ്യ. ശ്രീലങ്കയിൽ 16 പേര് മരിച്ചു. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും കൂടി 9 പേര് മരിച്ചു. കേരളത്തിൽ അതിന്റെ പ്രഭാവം മഴയുടെ രൂപത്തിലും കാറ്റിന്റെ രൂപത്തിലും മിന്നലിന്റെ രൂപത്തിലും ഒക്കെയാണ് വരുന്നത്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക, ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന് പോലും പാളിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടില് എങ്ങനെയാണോ സ്ഥിതി അതിനെ വിശ്വസിച്ച് അതിൻ്റെതായ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകുക. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മഴക്കാലമാണ്. പ്രളയസമാന സാഹചര്യം എന്നാ പറയുന്നത്. അതിപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും പല ജില്ലകളിലും അതേ സാഹചര്യമാണ്. മരി എറണാകുളത്തൊക്കെ അടുപ്പിച്ചൊരു 10-20 മിനിറ്റ് മഴ പെയ്താൽ മതി വെള്ളം പൊങ്ങാൻ. ആ ലുലുമാളൊക്കെ അവിടെ കംപ്ലീറ്റ്ലി വെള്ളം പൊങ്ങിയ ആളുകൾ ഇപ്പോ ഈ മംഗളം പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു പിക്ചർ അവിടെ ഉണ്ടാവും. ഇത് പുനത്ത മഴയെ തുടർന്ന് ചെന്നൈ എഗ്മോറിലെ റോഡുകൾ വെള്ളത്തിനടിയിലായപ്പോഴുള്ള പിക്ചറാണ്. ചെന്നൈ വീണ്ടും ഒരു വെള്ളക്കെടുതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലും അതിന്റെ പ്രഭാവം ഉള്ളതുകൊണ്ട് നമ്മളും സെയിം അനുഭവിക്കുകയാണ്. കോട്ടയം, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഇന്ന് അവധി. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് വയനാട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ
അവധി പ്രഖ്യാപിച്ചു. അംഗൻവാടി, ട്യൂഷൻ സെന്റർ, പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെ അവധി ബാധകമായിരിക്കും. കോട്ടയം ജില്ലയിൽ അംഗൻവാടി, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധി നൽകി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. ബുധനാഴ്ച കോട്ടയം ജില്ലയിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും കളക്ടർ നിരോധിച്ചു. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കളക്ടറേറ്റിലും താലൂക്ക് ഓഫീസുകളിലും 24 മണിക്കൂർ കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാരണം യെല്ലോ അലർട്ടിനേക്കാൾ കുറച്ചും കൂടി തീവ്രത കൂടിയതാണ് ഓറഞ്ച് അലർട്ട്. ഓറഞ്ച് അലർട്ടിനേക്കാൾ കുറച്ചും കൂടി തീവ്രത കൂടിയതാണ് റെഡ് അലർട്ട്. അത് തന്നെ, സംശയിക്കണ്ട, അത് കറക്റ്റാ. അപ്പോ ഇന്നലെ ശരിക്കും പ്രഖ്യാപിച്ചത് യെല്ലോ അലർട്ട് ആണെങ്കിൽ കൂടിയും ഓറഞ്ച് അലർട്ടിന്റെ സാഹചര്യമായിരുന്നു. അതെ, അതുകൊണ്ട് യെല്ലോ അലർട്ട് അതിനേക്കാൾ തീവ്രത കൂടിയ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ. ഇനി മഴ കൂടിയാൽ നാളെ റെഡ് അലർട്ട് ആവാം. ഇന്നലെ യെല്ലോ ആയിരുന്നു, ഇന്ന് ഓറഞ്ച്, നാളെ റെഡ്. അപ്പോൾ ജാഗരൂകരായിരിക്കുക കോട്ടയംകാർ. ഞങ്ങളടങ്ങുന്ന കോട്ടയംകാർ വളരെ ശ്രദ്ധയോടുകൂടി ഇനി മുന്നോട്ട് പോവുക. എല്ലാ ജില്ലക്കാരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ഫെങ്കൽ എന്ന ചുഴലിക്കാറ്റ് നിസ്സാര ചുഴലിക്കാറ്റല്ല. ഈ വർഷം തന്നെ വരുന്ന 4ാമത്തെ എന്തോ ചുഴലിക്കാറ്റാണിത്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുൻകരുതലുകളോടെ ഈ ഒരു ചുഴലിക്കാറ്റിനെയും മഴയെയും ഇടിമിന്നലിനെയും എല്ലാം നേരിടുക എന്നാണ് പറയാനുള്ളത്, അല്ലേ? യെസ്. സോ അടുത്ത വാർത്തയിലേക്ക് കടന്നാൽ, ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് മത്സരിക്കും ഡൽഹിയിൽ. അത്രത്തോളം അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും. കാരണം ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പദയാത്രയിൽ ഒരാൾ വന്നിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചായിരുന്നു പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം പോകുമ്പോൾ. അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയിരുന്നു, പുതിയ മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പേ. സോ അങ്ങനെ ഒരാൾക്ക് പോലും ആ നാട്ടിൽ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഡൽഹിയിൽ അദ്ദേഹം പദയാത്ര നടത്തുന്ന സമയത്ത് ഒരാൾ വന്ന് പ്രത്യക്ഷത്തിൽ ആക്രമിക്കുകയാണ്. അതൊരു കനത്ത അടിയാണത്. BJP പിന്നിലെന്ന് ഇന്നലെ ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി ദേശീയ കൺവീനർ മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ആരുമായും ഒരു സഖ്യ രൂപീകരണ പാർട്ടി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 3 വർഷമായി ഡൽഹിയിലെ ക്രമസമാധാന നില തകർന്നു. ഗുണ്ടാ സംഘത്തിന്റെ ഭീഷണി നേരിട്ട ആം ആദ്മി പാർട്ടി MLA ജയിലിൽ അടച്ചു. തനിക്കെതിരായ ആക്രമണങ്ങളിൽ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും കെജ്രിവാൾ ആരോപിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ പിണറായി വിജയന്റെ പോലീസാണ് ഇപ്പോൾ ഉള്ളത്. പിണറായി വിജയനാണ് ആഭ്യന്തര കൈയാളുന്നത്. അദ്ദേഹത്തിന്റെ ഭരണമാണ്. പിണറായി വിജയന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ട് പോലീസ് നടപടി എടുത്തില്ലെന്നുള്ള അവസ്ഥ ആലോചിക്കുക. അതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് നേരെ നടക്കുന്ന ചൂഷണങ്ങൾക്ക് പോലും ആക്ഷൻ എടുക്കാത്തൊരു പോലീസ് സംവിധാനം, അത് എന്തൊരു ഭീകരമാണത്, അല്ലേ? അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഒറ്റയ്ക്ക് തന്നെ നേരിടും എന്നാണ് പറയുന്നത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുന്നതിൽ ഒരു അതിശയോക്തി ഒന്നുമില്ല. പക്ഷേ അത് പലർക്കുമുള്ളൊരു മറുപടിയാണ്, പ്രത്യേകിച്ച് BJPക്കുള്ളൊരു മറുപടി. കാരണം അദ്ദേഹത്തെ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ഇകഴ്ത്താൻ നോക്കിയാലും അദ്ദേഹം ഒറ്റയ്ക്ക് പോരാടി മുന്നോട്ട് വരും. എങ്ങനെ ഡൽഹി മുഖ്യമന്ത്രി ആയോ അതുപോലെ തന്നെ വീണ്ടും ഇനി ആവാനും മടിയില്ല. തനിക്കതിന് സാധിക്കും. ആ ജനപിന്തുണ തനിക്കുണ്ട് എന്നുള്ളതിന്റെ നേർസാക്ഷ്യം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കും ഡൽഹിയിൽ എന്ന് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ജയിച്ചു വരട്ടെ, തീർച്ചയായിട്ടും. പിന്നെ ഗുണ്ടാ സംഘങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംരക്ഷിക്കുകയാണെന്നും അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ആക്രമണം ഉണ്ടായി. ഈ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാതെയാണ് ആം ആദ്മി MLA നരേഷ് ബില്യനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അതായത് അദ്ദേഹത്തിനെതിരെ ഒരു ആക്രമണം ഉണ്ടായി പ്രത്യക്ഷത്തിൽ, അതിന് സ്വീകരിക്കാതെ ആം ആദ്മിയിലെ വേറൊരു നേതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേക്കണം. ഈ അറസ്റ്റിലൂടെ അമിത്ഷാ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും കെജ്രിവാൾ ചോദിച്ചു. അപ്പോൾ അമിത്ഷാക്കിട്ടാണ് കെജ്രിവാളിന്റെ അസ്ത്രങ്ങൾ വരുന്നത്. അമിത്ഷാ തന്നെ ഉത്തരം പറയുമെന്ന് വിചാരിക്കാം. എന്തായാലും തലസ്ഥാനം തീപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പോലും, ഇപ്പോൾ അവിടെ ഭരിക്കുന്ന പാർട്ടിയിലെ കൺവീനർക്ക് പോലും അവിടുത്തെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും, അല്ലേ?
സോ ഡൽഹി കേരളം വീണ്ടും ഡൽഹി ഒരു മനോഹരമായ രീതിയിൽ ആവട്ടെ എന്നേ പറയാനുള്ളൂ. മരിയ, അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? ജനയുഗ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് രാജ്യത്തെ കർഷകരുടെ പ്രതിദിന വരുമാനം എന്ന് പറഞ്ഞാൽ 27 രൂപ. സുപ്രീം കോടതി നിയോഗിച്ച സമിതി റിപ്പോർട്ട് നൽകി. 30 വർഷത്തിനിടെ 4 ലക്ഷം ആത്മഹത്യ, വായ്പ എഴുതി തള്ളണം, താങ്ങുവില ഉറപ്പാക്കണം. അപ്പൊ നമ്മുടെ കർഷകരുടെ കാര്യം നമ്മൾ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ഉയർത്തിയ ഒരു കാര്യമായിരുന്നു. BJP-യുടെ നടപടി കർഷകർക്കെതിരെയാണ്. ഇപ്പൊ രാജ്യത്ത് അന്നം നൽകുന്ന കർഷകരുടെ പ്രതിദിന വരുമാനം കേവലം 27 രൂപ. കടത്തിന്റെ നിലയില്ലാ കയത്തിലേക്ക് ആണ്ടുപോകുന്ന കർഷകർ ആത്മഹത്യ അഭയം പ്രാപിക്കുന്ന പ്രവണത ഏറി വരുന്നതായും സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ ഇടക്കാല റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ മാസം 2-നാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സമിതി രൂപീകരിച്ചത്. തുടർന്ന് 21-ന് രാജ്യത്തെ കാർഷിക ദൈന്യതയും കടഭാരം സംബന്ധിച്ച റിപ്പോർട്ട് സമിതി സുപ്രീം കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തു. കാർഷിക വായ്പ എഴുതി തള്ളുക, കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുക തുടങ്ങിയ സുപ്രധാന നിർദ്ദേശങ്ങളും ഇടക്കാല റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പം കർഷകർക്ക് പ്രതിദിനം ശരാശരി 27 രൂപ വരുമാനമായി ലഭിക്കുന്നെന്നും പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ജഡ്ജി നവാബ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സമിതി റിപ്പോർട്ടിൽ പറഞ്ഞു. അപ്പൊ കർഷകർക്ക് പ്രതിദിനമായിട്ട് കിട്ടുന്ന വെറും 27 രൂപ നമ്മൾ അന്നമൂട്ടുന്ന, നമുക്ക് വേണ്ടി എല്ലാം തയ്യാറാക്കുന്ന, അവർ വിൽക്കുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ, മാർക്കറ്റുകളിൽ പോയി അവർ വിൽക്കില്ല. പക്ഷെ ഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വിയർത്ത് ഒലിച്ച് എന്നിട്ടും കിട്ടുന്നത് 27 രൂപ അല്ലേ? ഇത് ഏത് നാട്ടിലാണ്? ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യയിൽ കർഷകർക്ക് പ്രതിദിന വരുമാനം 27 രൂപയാണെന്നുള്ള ഖേദകരമായ വാർത്ത, അങ്ങേറ്റം ഞെട്ടുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കർഷകരുടെ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലൊക്കെ കാമ്പുണ്ട് കഴമ്പുണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 30 വർഷത്തിനിടെ 4 ലക്ഷം ആത്മഹത്യയാണ് കർഷകർക്ക്. 4 ലക്ഷം കർഷകരെ ആത്മഹത്യ ചെയ്തു. അവനെ കത്തിയിലെ വിജയനെ പോലെ അവൻ ചിലപ്പോ വേണ്ടാന്ന് പറഞ്ഞ് വിട്ട് കളയാ. എന്തായാലും കർഷകരുടെ ഈ സ്ഥിതി വളരെ ഗുരുതരമാണ്. കർഷകരെ സംരക്ഷിച്ചില്ല പിന്നെ ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കാൻ പോകുന്നത്? അതായത് ചൈനയിലും ജപ്പാനിലും ഒക്കെ കേട്ടറിവാണത്. ഇത് എത്രത്തോളം വസ്തുതയാണെന്ന് ഞാൻ പോയി കണ്ടിട്ടില്ല, കേട്ടറിവാണ്. ചൈന, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ കർഷകർക്ക് അവിടുത്തെ ഒരു ഗവൺമെന്റ് എംപ്ലോയിയേക്കാൾ പദവിയുണ്ട് എന്ന് കേട്ടിട്ടുള്ളത്. ഫാമേഴ്സിന് അത്ര റെസ്പെക്റ്റോടുകൂടിയാണ് ജനങ്ങൾ ഫാമേഴ്സിനെ നോക്കിക്കാണുന്നത്. അവിടുത്തെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ വരുമാനം എല്ലാം ഫാമേഴ്സ് ഒരു ലെവലിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ രാജ്യത്ത് മാത്രം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് കർഷകർ വരുന്നത്. അത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് ഏറ്റവും വേണ്ട ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഭക്ഷണം. ഭക്ഷണം ഇല്ലാതെ ഒരാൾക്കും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എന്ത് മെറ്റീരിയലിസ്റ്റിക് തിങ്സ് പോലെ അല്ല ഭക്ഷണം. ആ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏറ്റവും അടിത്തട്ടിൽ നമ്മളെ സഹായിക്കുന്ന കർഷകർക്ക് ഈ ഒരു അവസ്ഥ വരാനേ പാടില്ല. 30 വർഷത്തിനിടെ 4 ലക്ഷം കർഷകരുടെ ആത്മഹത്യ. കടം കയറിയൊക്കെ തന്നെ ആയിരിക്കും. എങ്ങനെ തിരിച്ചടയ്ക്കാനാ ഈ ഒരു ലെവലിലാണ് കാര്യങ്ങളെങ്കിൽ? 27 രൂപയ്ക്ക് ഒരു സാധാരണ ഇപ്പൊ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നവരെ ഇതിനെ മേടിച്ചിരുന്നതൊക്കെ പണ്ടത്തെ കാലത്താണ്. വലിയൊരു തുകയാ അന്നത്തെ കാലത്ത്, ഒരു 10-20 വർഷം മുമ്പൊക്കെ. 20 വർഷമല്ല, ഒരു 30 വർഷം മുമ്പൊക്കെ ഇല്ലേ? പക്ഷെ ഇന്ന് 27 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ, അത് പറയാനും പറ്റുന്നില്ല. സത്യം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ തെരുവിൽ വരെ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും കണ്ണു തുറക്കാത്ത സർക്കാരുകളോട് പുച്ഛം മാത്രം അല്ലേ? ആ കർഷക സമരത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒളിമ്പിക്സ് താരങ്ങളടക്കം വന്നത് നമ്മൾ കണ്ടത്. വിനേഷ് ഫോഗട്ടൊക്കെ ഇപ്പോ അവിടുത്തെ നിയുക്ത MLA MP എന്തോ ആണ്. അപ്പോ കർഷകർക്ക് ഇത്തരത്തിലൊരു അവസ്ഥ രാജ്യത്ത് വരാനേ പാടില്ല. കർഷകർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന ലജ്ജാകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. കർഷകർക്ക് പ്രതിദിനം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന കൂലി 27 രൂപ. ഷെയിം തോന്നുന്നില്ലേ? നമുക്ക് വായിക്കുമ്പോൾ ഒരു ഷെയിം തോന്നുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി ഒരു കർഷകൻ അവന്റെ പണിസ്ഥലത്ത് പണിഞ്ഞില്ലെങ്കിൽ ഇവിടെ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുമെന്നത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. ഇത് കർഷകന്റെ ഇടയിൽ നിന്ന് ഇടനിലക്കാരും അതിനുശേഷമുള്ള ആളുകളുമാണ് ഈ പറയുന്ന എല്ലാ സമ്പത്തും നേടുന്നത്. അത് ആ കവറിൽ പൊതിഞ്ഞു കൊടുക്കുന്ന ടീംസ്.
അത് പണിയെടുത്ത് വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന കർഷകന് ഇന്നും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കണം. ഇനി സ്വീകരിച്ചില്ലെങ്കിൽ കാലാന്തരത്തിൽ അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നതിൽ ഒരു സംശയമില്ല. കാരണം ഒരുപാട് സഹിച്ചു നിൽക്കും. പക്ഷേ ആ സഹനത്തിന് ശേഷം ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം എല്ലാത്തിനെയും തകിടം മറിക്കുന്നതും ഞെട്ടിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് ആ പോരാട്ടത്തിലേക്കൊക്കെ അവരെ കൊണ്ടുപോകാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അതാത് ഗവൺമെന്റുകൾക്ക് സാധിക്കട്ടെ. അത്രയും മാത്രം പറയുന്നു. എന്തായാലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ നിന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി പുറത്തുവിടുകയാണ്. ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതിതീവ്ര മഴ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. മരിയ, എന്താണ് ആ റിപ്പോർട്ടുകളിൽ പ്രധാനമായിട്ടും പറയുന്നത്? 4 ജില്ലകളിലാണ് റെഡ് അലർട്ട്, 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും. കേരളത്തിൽ അതിതീവ്ര സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകൾ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ഇന്നിപ്പോ യെല്ലോ അലർട്ട് ആണെങ്കിൽ ഇന്ന് ഓറഞ്ച് അലർട്ടിന്റെ മഴ ഉണ്ടാവും. മനസ്സിലാവുന്നത്? ഇവന്മാര് എന്തത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചോ അന്ന് ഓറഞ്ച് ആയിരിക്കും, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചോ റെഡ് ആയിരിക്കും. കാരണം കാലാവസ്ഥാ പ്രവചന കേന്ദ്രങ്ങളെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ ജൈത്രയാത്ര തുടരുന്നത്. അതായത് അവർ പ്രവചിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. പക്ഷേ യൂടോക്കിലെ ചില പ്രവചനങ്ങളൊക്കെ ശരിയാവുന്നുണ്ട്. നമ്മൾ കുറെ നാശമൊക്കെ പറയുന്നത് അത് ഏതാണ്ടൊക്കെ ഇപ്പോൾ കോട്ടയത്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ഭയങ്കരമായി കനത്ത മഴ സംഭവിച്ചു. അതൊരു യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊരു ഓറഞ്ച് അലർട്ട് ആയിരുന്നു എന്നുള്ളത് നമ്മൾ പറയുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് കാലാവസ്ഥാ പ്രവചനങ്ങളെ മാത്രം നമ്പാതെ നമുക്ക് കിട്ടുന്ന മഴ എക്സ്പീരിയൻസ് ചെയ്യുന്ന മഴയും പ്രകൃതിയുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുക. കുട്ടികളെ പുറത്തുവിടുന്നതും രാത്രികാലങ്ങളിലുള്ള സഞ്ചാരങ്ങളും, വെളുപ്പിന് പോലും ആളുകൾക്ക് വരുമ്പോൾ കണ്ണു കാണാൻ പറ്റാത്ത തരത്തിൽ മഞ്ഞൊക്കെ മൂടിക്കെട്ടി മഴയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഗതാഗത നിരത്തുകളും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം ഒരു മുൻകരുതലുകളോടെ ഡീൽ ചെയ്യണം. അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം ആ സമയത്തെ മുൻകരുതലുകളുടെ ജാഗ്രതയോടെ നേരിട്ടാൽ അപകടങ്ങളെ കുറയ്ക്കാൻ സാധിക്കും, അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ മഴക്കാലം ഇനി 5-6 ദിവസത്തേക്കാണ് മഴ പറഞ്ഞിരിക്കുന്നത്. അതെ, 5 ദിവസത്തേക്കാണ് പറഞ്ഞത്. അതൊരു മഴക്കാലം ഒന്നും പറയാൻ പറ്റില്ല അല്ലേ? ഇതൊരു മഞ്ഞുകാലമാണ് ആക്ച്വലി. പക്ഷെ അതൊരു മഴക്കാലമായി മാറിയത് ഈ ഫെങ്കൽ എന്നുള്ള ഒരു ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിലാണ്. തമിഴ്നാട്ടിൽ നാശമാണ് ഫെങ്കൽ ചുഴലിക്കാറ്റ് വിതയ്ക്കുന്നത്. സോ ആ വിതയ്ക്കുന്നതിന്റെ ഒരു പ്രഭാവം കേരളത്തിൽ മഴയുടെ രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആരെ നിസ്സാരമായി കാണാതിരിക്കുക. നല്ല മഴയാണ്. അതുകൊണ്ട് സുരക്ഷിതരായി മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത്. അല്ലെ, വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയും പാലിക്കണം. പിന്നെ കാലാവസ്ഥാ പ്രവചനങ്ങൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുറയ്ക്ക് അലർട്ടുകളും അലർട്ടുകളിൽ മാറ്റം. മഴ മുന്നറിയിപ്പ് ഇന്നലെ മാറ്റമുണ്ടായി, രാത്രി അടിയന്തരമായി മാറ്റമുണ്ടായി. ഇന്നലെ തന്നെ അവധികൾ പ്രഖ്യാപിച്ചത് വളരെ അടിയന്തരമായിട്ടാണ്. അതിനു മുമ്പ് വരെ അവധികൾ ഉണ്ടായിരുന്നില്ല. ആദ്യം പ്രഖ്യാപിച്ചത് വയനാടാണ്. വയനാട് കഴിഞ്ഞിട്ട് പിന്നെ കോട്ടയത്തിലെ മീനച്ചിൽ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലുള്ള അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ടയിൽ പിന്നെ മുഴുവൻ വിദ്യാസ്ഥാപനങ്ങൾക്കാണ്. തുടർന്ന് കോട്ടയത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ന്യൂസും മറ്റുമൊക്കെ കൃത്യമായി അപ്ഡേറ്റുകൾ കാണുക. ചുമ്മാ റീൽസിലും മറ്റൊക്കെ കളിച്ച് മാത്രം ഇരിക്കാതിരിക്കുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും. പിന്നെ കേരള തീരത്ത് ബുധനാഴ്ച, ലക്ഷദ്വീപ് വ്യാഴാഴ്ച, കർണാടക തീരത്ത് ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാനായിട്ടും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെന്തായിരുന്നു? 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവധിയെടുത്ത റവന്യൂ വകുപ്പ് ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം. തീർച്ചയായിട്ടും. കാരണം അവർ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നുള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ പോലും അവധി റദ്ദാക്കിയിട്ട് ജോലിയിൽ പ്രവേശിക്കൂ. കാരണം ഇനി കുറച്ച് ദിവസങ്ങൾ വളരെ നിർണായകമാണ് എന്ന ചിന്തയിൽ മന്ത്രി തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ സാഹചര്യത്തിന്റെ ഒരു തീക്ഷ്ണത മനസ്സിലാക്കി കൃത്യമായ മുൻകരുതലുകളോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. കൃത്യമായ മുൻകരുതലുകളോടെ അവിടെ നാക്കുളുക്കി മുന്നോട്ട് പോകുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ പ്രധാനപ്പെട്ട ഒരു അടുത്ത ിലേക്ക് പോവുകയാണ്. ഡോളറിനെ തൊട്ടാൽ തൊട്ടവനെ തട്ടും. അങ്ങനെ എഴുതിയിട്ടില്ല. ഡോളറിനെ തൊട്ടാൽ മുടിപ്പിക്കും. ഡോളറിനെ തൊട്ടാൽ മുടിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി സാക്ഷാൽ അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഡോളറിനെ എതിർത്താൽ 100% വരെ നികുതി ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ പ്രാദേശിക കറൻസി ശക്തിപ്പെടുത്തുന്നതിൽ രോഷവും ഇതോടൊപ്പം വരുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ അധീശത്വം ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ 100% നികുതി ചുമത്തി മുടിപ്പിക്കുമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കി അതത് രാജ്യത്തെ കറൻസിയിൽ ഇടപാട് നടത്താനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ നീക്കമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. എവിടെയും ഡോളർ ഉപയോഗിക്കുക ഇന്റർനാഷണലി എന്നൊരു നയമാണ് അമേരിക്ക ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ് എന്ന് പറയുന്നത് പോലെ അതാത് ഭാഷകൾ അതാത് രാജ്യങ്ങൾക്കുണ്ടെങ്കിലും ഞങ്ങളുടെ ഭാഷ പൊക്കിപ്പിടിക്കുക എന്ന് അമേരിക്ക ആഹ്വാനം ചെയ്യുന്നത് പോലെയുണ്ട്. ഞങ്ങളുടെ ഡോളറാണ് എല്ലാത്തിനേക്കാൾ മുകളിൽ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഡോളറിനെ പ്രതിഷ്ഠിക്കുന്ന ഈ കാഴ്ച നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്ത്യക്ക് ഉണ്ട് അല്ലെ, ഇപ്പോൾ പുതുക്കി അതാതായിട്ടുള്ള ഒരു കറൻസി ഉണ്ട്. ചൈനയ്ക്ക് എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായ കറൻസി ഉണ്ട്. ആ കറൻസീസ് വെച്ച് തന്നെ ഇടപാടുകൾ നടത്താം എന്നുള്ള സാഹചര്യം ബ്രിക്സ് രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ധാരണയായിരുന്നു. ആ ധാരണയാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. എന്തോ ലോകശക്തിയാണ്, ലോക പോലീസാണെന്നൊക്കെ പറയുന്ന ഒരു അഹങ്കാരവും ധാർഷ്ട്യവുമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഡോളറിനെ തൊട്ട് കളിക്കരുത്. ഡോളർ ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. എന്റെ ദൈവമേ, ഡോളറിന്റെ മൂല്യം കുറയുന്ന ഒരു ഭയം കൊണ്ടായിരുന്നു. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. മറ്റേ പുലുവാലി കല്യാണത്തിൽ പറയുന്ന പോലെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ ഇതല്ലേ അമേരിക്ക ഏറ്റവും കൂടുതൽ നിൽക്കണം. അമേരിക്കയില് ഇടപാട് നടത്തിക്കോട്ടെ. ഇത് അമേരിക്കയിലെ മാത്രമല്ല, അവര് പറയുന്നത് ഇത് കണ്ടോ, വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എന്താണ്? അതായത് അന്താരാഷ്ട്ര ഇടപാടുകളിൽ, അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഇടപാടുകളിൽ ഡോളർ ഒഴിവാക്കരുത്. പറഞ്ഞോ, നീ പറഞ്ഞോ, പോയിന്റ് ചെയ്യൂ. കഴിഞ്ഞ പ്രാവശ്യം ബ്രിക്സിൽ നടന്ന മീറ്റിംഗിൽ അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കറൻസി വരണമെന്നുള്ളത്. പക്ഷെ അവർ ഏത് രാജ്യത്തിന്റെ കറൻസി വെക്കണമെന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതിന്റെ ഇടയിൽ അവർക്കിടയിൽ തന്നെ തർക്കമാണ്. നിലപാടെന്ന് പറയുന്നത് ഓരോ രാജ്യത്തും അവരുടെ കറൻസി കൂടുതൽ മൂല്യം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തമാണെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ഇന്ത്യ ട്രംപിന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർക്കാതിരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്ക നിലപാട് മാറ്റി എന്നുള്ള വാർത്തയാണ്. പക്ഷെ ഇന്ത്യയുടെ നിലപാട് ട്രംപിന്റെ ഒപ്പമാണ്. പക്ഷെ ഇപ്പൊ ട്രംപ് പറഞ്ഞ നിലപാട് ഇന്ത്യക്കെതിരാണ്. അല്ല, ഇപ്പൊ പറഞ്ഞതേ നോക്ക്, ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയായി. ബ്രിക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചിരുന്നത് അതാതിപ്പോ മരിയാന പറഞ്ഞ പോലെ അതാത് രാജ്യങ്ങളുടെ കറൻസിയെ മുൻനിർത്തി അതാത് രാജ്യങ്ങൾക്ക് ഇടപാട് നടത്താമെന്നുള്ളൊരു എത്തിയത്. പക്ഷെ ട്രംപ് ഇപ്പൊ പറയുന്നത് ഡോളറെ മാറ്റിക്കൊണ്ട് ഒരു കളി വേണ്ട എന്നുള്ളതാണ്. ഡോളർ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കറൻസിയാണ്. അമേരിക്കയുടെ കറൻസി മാത്രമേ മുന്നിൽ നിൽക്കാവൂ. അന്താരാഷ്ട്ര ഇടപാട് ഡോളർ മാത്രമേ. ഇന്ത്യ ആയാലും ചൈന ആയാലും റഷ്യ ആയാലും ആരായാലും ഡോളർ വെച്ച് തന്നെ കളിക്കണം എന്നുള്ള ഒരു നിലപാട് അമേരിക്ക എടുക്കുമ്പോൾ അതാത് കറൻസികളുള്ള രാജ്യങ്ങൾ, നേരത്തെ തർക്കം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കറൻസി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തർക്കം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ആ പെർട്ടിക്കുലർ കറൻസിയുടെ രൂപത്തിൽ ഡോളർ വെക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോഴും തർക്കം തന്നെയല്ലേ ഉണ്ടാവുന്നത്. രാജ്യത്ത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡോളർ തന്നെയാണ്. ഇന്ത്യയുടെ നിലപാട് നമ്മുടെ രാജ്യത്ത് അല്ലേ, തീർച്ചയായിട്ടും. ഇനി കുറച്ചും കൂടി കൂടുതൽ ആധികാരികമായിട്ട് അനുവദിക്കുന്നു പറയാം. ബ്രിക്സ് പുതിയ കറൻസി ഇറക്കരുത്, ഡോളറിന് പകരം മറ്റു കറൻസികളെ പിന്തുണയ്ക്കരുത്, ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വിൽക്കുന്ന മോഹം ഇവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും, 100% വരെ നികുതി ചുമത്തും, അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കണമെന്നത് ബ്രിക്സിന്റെ വ്യാമോഹമാണെന്നും ട്രംപ് പറഞ്ഞു. അതായത് അന്താരാഷ്ട്ര ഇടപാടുകൾ അമേരിക്കയിലെ ഇടപാടുകൾ എന്നുള്ളതല്ല. അന്താരാഷ്ട്രം എന്ന് പറഞ്ഞാൽ അമേരിക്കയല്ല. അന്താരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ, അമേരിക്ക, ചൈന, ജപ്പാൻ, അങ്ങനെ നമ്മുടെ രാഷ്ട്രത്തിൽ നിന്ന് വിട്ട എല്ലാം അന്താരാഷ്ട്രമാണ്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനെ തഴഞ്ഞുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരും കൂടി ഏകീകൃതമായ ഒരു കറൻസി രൂപകൽപ്പന ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിത്ത് ഞങ്ങളുടെ വിളനിലത്തിലിടാമെന്ന് വ്യാമോഹിക്കേണ്ട.
100% നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അത് നിഷ്കളങ്കമായ ഒരു കാര്യമല്ല. അത് ഇന്ത്യക്ക് എതിരെ അടക്കമുള്ള ട്രംപിന്റെ ഒരു ഒളിയമ്പാണ്. ഇന്ത്യ എപ്പോഴും ട്രംപിന്റെ ഒപ്പമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി പ്രത്യേകിച്ചു. അതിൽ യാതൊരുവിധ സംശയമില്ല. പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ത്യ ട്രംപിന്റെ ഒപ്പം ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിലപാടുകൾ വരുമ്പോഴാണ് വിയോജിപ്പുകൾ രേഖപ്പെടുത്തേണ്ടി വരുന്നത്. ഇതിന് ഇനി ഇന്ത്യയുടെ മറുപടി പുറത്തു വരട്ടെ. ഇല്ല, ഇപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ ഈ ഞെട്ടി വാർത്തയുടെ മറുപടി പറഞ്ഞില്ല. പറഞ്ഞോളൂ. ഇന്ത്യ എന്താണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്? പറയൂ. ഇന്ത്യയുടെ നിലപാട് എന്ന് പറഞ്ഞാൽ രാജ്യത്ത് അവരുടെ കറൻസി, എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസി രാജ്യത്ത് കൂടുതൽ മൂല്യം വർദ്ധിപ്പിക്കാൻ, അങ്ങനെ സ്വയം പര്യാപ്തമാണെന്നുള്ള രീതിയിലാണ് ഇന്ത്യ നിൽക്കുന്നത്. അപ്പോ ബ്രിക്സ് രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ടല്ലോ, അമേരിക്ക ഉണ്ടല്ലോ. അപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇന്ത്യയുടെ നിലപാടാണ്, ഇന്ത്യയുടെ നിലപാട് എല്ലാവരും കൂടി തീരുമാനിച്ചാണ് ഈ നിലപാട് പോന്നിരിക്കുന്നത്. എല്ലാവരും കൂടി തീരുമാനിച്ച എന്താ? ബ്രിക്സ് രാജ്യങ്ങൾക്ക് ആയിട്ട് ഒരു കറൻസി എന്നുള്ള തലത്തിലേക്ക് വരാം. കാരണം ഇന്ത്യ എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ. മരിയ പറയുന്നു മരിയയുടെ വേണ്ടെന്നുള്ളത്, ഞാൻ പറയുന്നത് എന്റേതാണെന്നാണ്. അപ്പൊ ആൾ പറയുന്നത് പൊതുവായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പൊ രണ്ടാൾക്കും കുഴപ്പമില്ല. അപ്പൊ ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതാണ് ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഭീഷണിയുമായി എന്ന് പറഞ്ഞത്. മനസ്സിലായി? ഇത് സമാധാനപരമായിട്ട് കൊണ്ടുപോകായിരുന്നു. പക്ഷെ തങ്ങളാണ് മുമ്പൻ എന്നുള്ള രാഷ്ട്രീയമാണ് ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് ഇതൊക്കെ പറയുന്നത്. എന്തായാലും നിലവിൽ ലോകത്തെ വിദേശ നിക്ഷേപത്തിന്റെ 52% ഡോളറിലാണ്. അതൊരു വസ്തുതയാണ്, ഫാക്റ്റാണ്. ഇറ്റ്സ് എ ഫാക്ട്. ഓക്കെ. എണ്ണ വിൽപ്പനയുടെ ഭൂരിഭാഗത്തിനും ഡോളറാണ് അടിസ്ഥാന കറൻസി. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാഷ്ട്രമായ സൗദി അറേബ്യ അന്താരാഷ്ട്ര എണ്ണ വിൽപ്പനയിൽ ഡോളറിന്റെ അടിസ്ഥാന കറൻസിയാക്കിയ 50 വർഷത്തെ കരാർ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനി ഒക്കെ ഉള്ള രാജ്യമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യ ഡോളറാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ആ കരാർ പുതുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരു 58% വന്നു. ഏറ്റവും കൂടുതൽ ശതമാനം സൗദി അറേബ്യക്ക് ആയതുകൊണ്ട് ഇനി അവരുടെ കറൻസി വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ മോദിയൊക്കെ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ട്രംപിന് അത് പറ്റില്ല. ട്രംപിന് അവിടെയും ഡോളർ, മോദിയും ഡോളർ ഉപയോഗിക്കണമെന്ന്, ഇപ്പൊ നമ്മളോട് ഡോളർ ഉപയോഗിക്കണമെന്ന് പറയുന്ന പോലെ. അതാണ് മനസ്സിലായില്ല. ഇപ്പൊ അപ്പൊ അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ ശ്രീലങ്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും ഉഭയകക്ഷി ഇടപാടുകൾ ഇന്ത്യൻ രൂപയിൽ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീലങ്ക ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ രൂപ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു അഭിമാനമാണ് അല്ലേ? പക്ഷെ ഇന്ത്യൻ രൂപ അമേരിക്ക തൊടാൻ പോണില്ല. കാരണം മൂല്യം എല്ലാം വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ത്യ മരിയ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒപ്പം നിലപാട് എടുത്തിട്ടുള്ളൂ. നരേന്ദ്രമോദി ഇനി ചിലപ്പോ ട്രംപ് പറയുന്ന പോലെ എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അല്ലെ, അങ്ങനെയുള്ള ഒരു ഇരിപ്പ് വശം. അപ്പോ നേരെ മറിച്ച് രാഹുൽ ഗാന്ധി വല്ലതൊക്കെയാണ് പറയണമെങ്കിൽ കുറച്ചും കൂടി ഒരു പവറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയാൻ അതും നല്ലതാണ്. പക്ഷെ അമേരിക്കയുടെ നിലപാടുകൾ ഇപ്പൊ കുറച്ച് പ്രശ്നമാണ് പല രാജ്യങ്ങൾക്കും. കാരണം റഷ്യയും യുക്രൈനൊക്കെ തമ്മിലുള്ള കാര്യമാണ് ഉദ്ദേശിച്ചത്. അതെന്തായാലും അടുത്തടുത്ത വാർത്തകൾ പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോയാൽ മതം മാറ്റം നിരോധിച്ചിരിക്കുകയാണ് രാജസ്ഥാനിൽ. മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമാക്കുന്ന നിയമനിർമ്മാണത്തിന് രാജസ്ഥാനിലെ BJP മന്ത്രിസഭ അധികാരം നൽകി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ അറിയിച്ചു. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ് എന്നീ BJP ഭരണ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ മതപരിവർത്തനം വിലക്കി നിയമം കൊണ്ടുവന്നിരുന്നു. അതിന്റെ ചുവടുപിടിച്ചാണ് രാജസ്ഥാനിലെയും ബില്ല്. പ്രലോഭിപ്പിച്ചും സ്വാധീനിച്ചും തെറ്റിദ്ധരിപ്പിച്ചും നിർബന്ധിച്ചും മതം മാറ്റുന്നതിന് 1 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാം, ഒപ്പം പിഴയും. പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നു ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അതായത് പൗരന്മാർക്ക് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ വ്യവസ്ഥകളുടെ ലംഘനമാണ് ഇത്തരം നിയമനിർമ്മാണങ്ങൾ എന്നാണ് പറയുന്നത്. 6 ദിവസം മുമ്പ് കളക്ടർക്ക് അപേക്ഷ നൽകണമെന്ന് മതം മാറാൻ. അപ്പോൾ മതം മാറിയാൽ അകത്താകും എന്നുള്ള വാർത്തയാണ് രാജസ്ഥാനിൽ നിന്നും വരുന്നത്. ഇതിനു മുമ്പ് ഉത്തർപ്രദേശ്, ഗുജറാത്ത് പോലുള്ള BJP സംസ്ഥാനങ്ങൾ ഈ ഒരു നിയമത്തെ പാസ്സാക്കിയിരുന്നു. അപ്പോൾ BJP രാജസ്ഥാനിലും പിടിമുറുക്കുകയാണ്. ഇനി അവരുടെ ഇഷ്ടത്തിന് മതം മാറാനൊന്നും നടപടിയാകൂല എന്നുള്ളൊരു ചിന്തയാണ്. ഇതിനെക്കുറിച്ച് മരിയയ്ക്ക് എന്താ പറയാനുള്ളത്? കാരണം മതം മാറ്റം എന്നുള്ളത് അനിവാര്യമാണ്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളൊരു മതം വളർന്നു കഴിയുമ്പോൾ സ്വീകരിച്ചുകൂടെ? അയാൾ ജനിക്കുന്നത് ഒരു വേറെ മതത്തിലായിരിക്കാം, പക്ഷെ അയാൾക്ക് വളർന്നു കഴിയുമ്പോൾ ഒരു താല്പര്യം വരികയാണ് ഇന്ന മതത്തോടുകൂടി. അപ്പോൾ അയാൾക്ക് ആ മതത്തിലോട് മാറാൻ സ്വാതന്ത്ര്യത്തിന് അവകാശമില്ലേ? ഉണ്ട്. പക്ഷെ നിർബന്ധിതമായ മതം മാറ്റവും തെറ്റാണ്. വ്യക്തിപരമായ താല്പര്യമാണ്, അവരുടെ ഇഷ്ടം പോലെ ചെയ്യണം. തീർച്ചയായിട്ടും. അതായത് ഒരാളെ നിർബന്ധിപ്പിച്ച്, ഇപ്പോൾ ഒരു വിശ്വാസം, ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്ന ഒരാളെ നിർബന്ധിപ്പിച്ച് മുസ്ലിം ആക്കുക അല്ലെങ്കിൽ ഹിന്ദു ആക്കുക എന്നൊക്കെ പറയുന്നത് കുറ്റം. അതാണ് കുറ്റം.
ഒരാൾക്ക് താല്പര്യമില്ലാത്തതിനെ അടിച്ചേൽപ്പിക്കുന്നതാണ് കുറ്റം. അതല്ലാതെ നമുക്ക് താല്പര്യമുള്ള ഒരു വ്യക്തി, ഒരു 18 വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരു വ്യക്തി സ്വന്തം താല്പര്യപ്രകാരം ഒരു മതത്തിലേക്ക് മാറണം, മറ്റൊരു ബാഹ്യ ഫോഴ്സുകളുടെയും സ്വാധീനമില്ലാതെ സ്വയം തീരുമാനത്തിൽ മറ്റു മതത്തിലേക്ക് മാറണമെന്ന് തീരുമാനിക്കുന്നത് ഒരു തെറ്റല്ല. അത് ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമാണ്, ആനുകൂല്യമാണ്. ആനുകൂല്യം പ്രയോജനപ്പെടുത്തി ജയിലിലാകും എന്നൊക്കെ പറയുന്നത് ഒരുതരം കപട അല്ലെ മതേതരവാദമാണ്, ഒരുമാതിരി കപട രാഷ്ട്രീയമാണത്. അതിലൂടെ എന്തോ ഒളിച്ചു കടത്താൻ നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP അത് ചെയ്യുമ്പോൾ ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോവുക. അതുകൊണ്ട് രാജസ്ഥാനിലടക്കം നോർത്ത് ഇന്ത്യയിലെ പല BJP ഭരണ സ്ഥലങ്ങളിലും മതം മാറ്റം എന്നുള്ളത് വലിയ കുറ്റമാക്കി മാറ്റുന്നതിനുള്ള നിയമം പാസ്സാക്കുകയാണ്. അതുകൊണ്ട് ഇനി അതെന്തൊക്കെ പുകിലുകൾ ഇനി സൃഷ്ടിക്കുമെന്നുള്ളത് കണ്ടറിയാം. തീർച്ചയായിട്ടും ഈ കെ സുരേന്ദ്രൻ BJP ഇഷ്യൂ എന്താണെന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിഞ്ഞായിരുന്നു. നമ്മൾ തന്നെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ഭയങ്കരമായ പൊട്ടിത്തെറി അല്ലേ, ഒരു രക്ഷയില്ല. അതേ വീണ്ടും മാധ്യമപ്രവർത്തകരെ അവർക്ക് നേരെ കൊല വിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ സുരേന്ദ്രൻ. ഇന്നലെ ബിപിൻ സി ബാബു എന്ന് പറഞ്ഞ ഒരു CPM പ്രവർത്തകൻ